വയനാട് തിരുനെല്ലി തൃശ്ശിലേരിയിലെ താൽക്കാലിക ഗവൺമെന്റ് ബഡ് സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിൽ. നേരത്തെ LP സ്കൂൾ പ്രവർത്തിച്ച കെട്ടിടത്തിലാണ് നിലവിലെ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം. 40ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ആ കുട്ടികൾക്കും അതേപോലെ ഓടുകളൊക്കെ മാറി ഒരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് നിലവിലുള്ള കുട്ടികൾ നിൽക്കുന്ന സ്ഥലമല്ല, തൊട്ടടുത്ത് തന്നെ ആ കുട്ടികൾക്ക് എവിടെ പോകണമെന്നറിയില്ല. ആ സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും അപകടാവസ്ഥ വന്നാൽ ഒന്നും അറിയാത്ത ബുദ്ധിവികാസം സംഭവിക്കാത്ത കുട്ടികളായതുകൊണ്ട് എന്തെങ്കിലും അപകടം വരുന്നതിന് മുമ്പ് തന്നെ ഈ ബഡ്സ് സ്കൂള് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സംസ്ഥാന അവാർഡുകളടക്കം വാങ്ങിക്കുന്ന ഈ കുട്ടികൾക്കും അതുപോലെ ഈ സ്ഥാപനവും നല്ല നിലയിൽ എത്തിക്കാൻ പഞ്ചായത്ത് അധികൃതർ വേണ്ടത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. സുജിത്ത് ഇപ്പോൾ ചേരുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുജിത്ത്, അങ്ങനെ അതിൻ്റെ അവിടെയുള്ള ഈ ശോച്യാവസ്ഥ അത് പരിഹരിക്കപ്പെടുമോ സുജിത്ത്? എല്ലാവരും കാത്തിരിക്കുന്നത് അതിന് തന്നെയാണ്. കാരണം സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച ബഡ്സ് സ്കൂളിനുള്ള പുരസ്കാരം അനവധി തവണ വാങ്ങിയ ബഡ്സ് സ്കൂളാണ് ഈ തൃശ്ശിലേരിയിൽ, തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരിയിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ. മാത്രമല്ല കലോത്സവങ്ങളിലടക്കം ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലോത്സവങ്ങളിലടക്കം മികവ് പ്രകടിപ്പിച്ച, മികവ് നേടിയ ബഡ്സ് സ്കൂളാണിത്. 1977 നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നേരത്തെ LP സ്കൂളായിരുന്നു. LP സ്കൂൾ ഹൈസ്കൂളിന്റെ ഭാഗത്തേക്ക് അത് മാറ്റി. അതേ തുടർന്ന് 6 വർഷം മുമ്പാണ് താൽക്കാലികമായി ഈ കെട്ടിടത്തിൽ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നത്. നിലവിൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ ഓടുകളെല്ലാം തന്നെ തകർന്ന നിലയിലാണ്. മറ്റു പല ആവശ്യങ്ങൾക്കും ഓടുകൾ എടുത്ത് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും വെള്ളമിറങ്ങി, കനത്ത മഴയുണ്ട് പലപ്പോഴും വയനാട്ടിൽ ഇപ്പോൾ ഈയിടെയായി. ഈ മേഖലയിലും മഴയ്ക്ക് കുറവില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒലിച്ചിറങ്ങി ചുവരുകളെല്ലാം തന്നെ തകരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളാണ്. ആ കുട്ടികൾ ഒരുപക്ഷെ ആ കെട്ടിട ഭാഗത്തിന്റെ അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്ക ആളുകൾ ഈയിടെ പങ്കുവെക്കുന്നു. അത് വലിയ രീതിയിലുള്ള ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെ ആളുകൾ ആശങ്ക പങ്കുവെക്കുകയാണ്. എന്തായാലും മന്ത്രി OR കേളുവിന്റെ ഫണ്ടിൽ നിന്നും ഈ കെട്ടിടം മാറ്റാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ ദീർഘകാലം വരും. സ്വാഭാവികമായും അവിടേക്ക് ആ കെട്ടിടം തുടങ്ങും വരെ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഉടൻ തന്നെ ഈ സ്കൂൾ മാറ്റി സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഉന്മേഷ്.